ഭയങ്കര പാറ ഇറക്കുന്ന കണക്കുള്ള സൗണ്ട് ആയിരുന്നു. നമസ്കാരം. വളരെ ദാരുണവും സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ഓടനാവട്ടത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇത് വീടാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ആ രീതിയിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു വീടിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി താമസിക്കുന്ന ഈ വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീയും മക്കളും അവരുടെ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടതാണ്. അവർക്ക് ശരിക്കും യാതൊരു തരത്തിലുള്ള സംരക്ഷണമോ സുരക്ഷിതത്വമോ കൊടുക്കാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാകുന്നില്ല എന്ന് കേൾക്കുന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. ഇപ്പോൾ അവരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന രീതിയിൽ ഈ വീടിന്റെ തൊട്ട് സമീപത്തുള്ള ചെറിയ ഒരു പോർഷൻ ഇടിഞ്ഞു വീണിരിക്കുന്നു. ഈ ഇടിഞ്ഞു വീണിട്ട് പോലും ഒരു സംരക്ഷണം കൊടുക്കുന്നില്ല. കാരണം ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ള ഒരു മരമാണ്, അതായത് ഇവരുടെ ബന്ധുക്കൾ തന്നെയാണ്, ഭർത്താവിന്റെ ബന്ധുക്കൾ തന്നെയാണ്, ഈ പ്രോപ്പർട്ടിയിലുള്ള മരമാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഏതായാലും കുട്ടികളും അതോടൊപ്പം തന്നെ ഈ ഒരു സ്ത്രീയും മാത്രം താമസിക്കുന്ന വീട്ടിൽ ഇത്രയും അപകടം സംഭവിച്ചിട്ട് പോലും ആരും അധികാരികൾ എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിരിക്കുന്നു. ചേച്ചി എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നു? 18 വർഷമായി. 18 വർഷത്തിനിടയിൽ ഇത് എന്നായി സംഭവിച്ചത്? ഈ വീട് ഇങ്ങനെ ജൂൺ 1 ഏകദേശം ഒരു 3 മണി ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്ത്. അന്നേരം ഞാനും എന്റെ 2 മക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 2 സൈഡിലോട്ട് 3 പേരും ചാടി. ഇത് 3 പേരും ചാടി എന്ന് വെച്ചാൽ ഒരു ഭയങ്കര പാറ ഇറക്കുന്ന കണക്കുള്ള സൗണ്ട് ആയിരുന്നു. അതിന്റെ ഒരു ആഘാതത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മെമ്പറിനെ അന്നേരം ഞാൻ വിളിച്ച് വരുത്തി ഇത് കാണിച്ചു. ആദ്യം വന്ന് കണ്ടപ്പം നമ്മളോട് നമുക്ക് ആരെ അറിയിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു പോയി. പിന്നീട് മെമ്പർ നമ്മുടെ ഭർത്താവിനോടും ഭർത്താവിന്റെ ആൾക്കാരോടും എന്ന് വെച്ചാൽ ഈ മരത്തിന്റെ ഉടമസ്ഥയായ ജ്യേഷ്ഠനോടും സംസാരിച്ചപ്പം അവര് തങ്ങളിൽ എല്ലാവരും കൂടെ ആയിക്കഴിഞ്ഞപ്പം പിന്നെ മെമ്പർ മാന്യമായ രീതിയിൽ നമ്മളോട് സംസാരിക്കുകയോ പെരുമാറുകയോ അതിന് ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം, 2 പെൺപിള്ളേരുള്ളവര് പിന്നെ മറ്റുള്ളവരെ തൊഴുത് ജീവിക്കണം, ഇങ്ങനെയുള്ള ഡയലോഗുകൾ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ജീവിക്കുവാണെങ്കിൽ ഞാൻ അന്തസ്സായിട്ടേ ജീവിക്കത്തുള്ളൂ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കഷ്ടത അനുഭവിച്ച് ഞാൻ 18 വർഷം കൊണ്ട് ഞാൻ ജീവിക്കും. എല്ലാം പോയിട്ടുണ്ട്. വീടിനകത്തൊന്നും ഒരു കുടുംബ വീടായിരുന്നു. 8 വീതത്തിൽ 1 വീതം എന്റെ ഭർത്താവിന് കിട്ടിയതാണ്. ആ ഭർത്താവിന്റെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. പുള്ളി ഇവിടെ പാലക്കോട്ട് അമ്പലം എന്ന് പറയുന്ന അതിന്റെ സ്റ്റേജിനകത്ത് ടൂറിസ്റ്റ് വണ്ടിയുടെ ഫുള്ള് സെറ്റിങ്സ് ആണ്. എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളും ഒരു 4 വർഷം കൊണ്ടുണ്ട്. അതും ഫുള്ള് ചേട്ടന്റെ മോൻ DK അശോകൻ എന്ന് പറയുന്ന മകന്റെ ആദർശം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ ഞാനൊരു കേസ് കൊടുത്താൽ പോലും എനിക്ക് മക്കൾക്ക് ചെലവിന് കിട്ടരുത്, എല്ലാം ഞങ്ങൾക്ക് സാമ്പത്തികമായോ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടരുത്. ഈ 1.5 വർഷത്തിന് മുമ്പേ എന്നെ ഒരു കത്തിക്കുത്ത് നടത്തിയതിനു ശേഷം ആ കത്തിക്കുത്ത് നടത്തി ഒളിവിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് വീടും വസ്തുവും കൂടെ മൂത്ത സഹോദരിയായ ലളിതാംബി എന്ന് പറയുന്ന വ്യക്തിയുടെ മകന്റെ പേരിലേക്ക് ബിനിൽ സ്റ്റാലിൻ എന്ന വ്യക്തിയുടെ പേരിലേക്ക് എഴുതി മാറിക്കൊടുത്തു. വെറും 22 സെന്റ് വസ്തു ഇത് നിലവിലുള്ളത് 2,62,500 രൂപയ്ക്കാണ് എഴുതി മാറിയിരിക്കുന്നത്. ഇതിനകത്ത് പൈസ കൈമാറ്റം ചെയ്തിട്ടില്ലെന്നും ഇത് മനഃപൂർവ്വം ഒരു പറ്റിയിട്ട് വെച്ച് ഈ പറയുന്ന വേറൊരു ജ്യേഷ്ഠന്റെ പ്രമാണവും കൂടെ വെച്ച് ഇവർ എഴുതി മാറിയതാണെന്നും എല്ലാ രേഖകളും നമ്മൾ കോടതി തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഈ സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കോടതി കേസ് നടക്കുന്നത്. അതിനിടയിലാണ് നിങ്ങൾക്ക് ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മെനങ്ങാന്ന് രാത്രി അവൻ എന്നെ വിളിച്ചു. ഇവിടുത്തെ അവസ്ഥകളെല്ലാം എന്നോട് പറഞ്ഞു. ഒരു സ്ത്രീയും 2 കുട്ടികളും കിടക്കുന്ന അവസ്ഥയാണല്ലോ. അപ്പൊ അവർ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഇവിടെ വരാം, നിങ്ങൾ സമാധാനമായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പോലീസുമായിട്ട് ബന്ധപ്പെട്ടു, എന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കി വേണ്ടുന്ന ഏത് നടപടിയാണോ അവർക്ക് വേണ്ടുന്നത് അത് ഞാൻ ചെയ്തു കൊടുക്കും. അത് കൃത്യമായിട്ടും അവരോടൊപ്പം ഞാൻ ഉണ്ട്. ഏതായാലും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചില നേർക്കാഴ്ചകൾ ഇവിടുത്തെ നിയമ സംവിധായകരും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളും കാണേണ്ടതാണ്. ഈ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അല്ലെങ്കിൽ ആരുമില്ലാതെ ആയി പോകുന്ന ഒരു അവസ്ഥയാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തോടൊപ്പം ഒക്കെ താമസിച്ചിരുന്ന കുറച്ച് കാലങ്ങളായി അവരുടെ ഒരു വിവാഹ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഭർത്താവുമായിട്ട് മാറി അകന്ന് താമസിക്കുകയാണ്. ഭർത്താവില്ലാതെ താമസിക്കുന്ന സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള സംരക്ഷണമോ സുരക്ഷിതത്വമോ ഇല്ല. അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടൊക്കെ ഇവരുടെ ഫോണിലേക്ക് വിളിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ അശ്ലീല വാക്കുകൾ സംസാരിക്കുന്നു. ഒരു തരത്തിലും 2 പെൺമക്കളെയും കൊണ്ട് ഇത്രയും പഴകിയ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവരുടെ ജീവനും അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തിന് പോലും വിലയില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അടിയന്തരമായി ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇടപെട്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് സംരക്ഷണം ഒരുക്കണമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്.